അമേരിക്ക ആക്രമണം തുടങ്ങിയ ശേഷം ഒരു നിർണായക ഘട്ടത്തിലാണ് മുസ്തഫ ഖമനേയി ഇറാന്റെ അധികാരത്തിലേറിയത്. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ മരണത്തെ തുടർന്നായിരുന്നു ഈ അധികാരമാറ്റം. 2026 ഫെബ്രുവരി 28-ന് അമേരിക്ക ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിലാണ് മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ മുസ്തഫ ഖമനേയിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പിതാവിന്റെ മരണശേഷം ആ സ്ഥാനത്തേക്ക് എത്തിയെങ്കിലും സുരക്ഷാ ഭീഷണികൾ കാരണം മുസ്തഫ ഒളിവിൽ കഴിയുകയാണ്. അധികാരമേറ്റ ശേഷം ഇതുവരെ മുസ്തഫ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുകയോ ജനങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇസ്രയേലിന്റെ ആക്രമണം ഭയന്ന് അതീവ സുരക്ഷിതമായ രഹസ്യ കേന്ദ്രത്തിൽ കഴിയുകയാണെന്നും മധ്യസ്ഥരുടെ ഒരു വലിയ ശൃംഖല വഴിയാണ് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുന്നത് എന്നും ഇറാൻ വ്യക്തമാക്കിയിരുന്നു. അധികാരമേറ്റ ശേഷം എഴുതി തയ്യാറാക്കിയ പ്രസ്താവനകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തുവരുന്നത്. മുസ്തഫയുമായി നേരിട്ട് ബന്ധപ്പെടുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ഔദ്യോഗിക ടെലിവിഷൻ അഭിമുഖത്തിൽ പറയുകയും ചെയ്തിരുന്നു. ഇതോടെ മുസ്തഫ ഖമനേയി ഇറാനിൽ ഇല്ല എന്നും റിപ്പോർട്ടുകൾ വന്നു. അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങിലും മകനായ മുസ്തഫ പങ്കെടുത്തിരുന്നില്ല. അതോടെ രാജ്യത്തിനകത്തും പുറത്തും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളാണ് ഉയർന്നത്. ഇതിന് പിന്നാലെയാണ് മുസ്തഫ ഖമനേയി അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. മുസ്തഫ ഖമനേയി അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് വാർത്താ ഏജൻസിയായ ANI ഉൾപ്പെടെ വ്യക്തമാക്കി. എന്നാൽ ഇസ്രയേൽ മാധ്യമങ്ങളുടെയും പാശ്ചാത്യ ഏജൻസികളുടെയും ഈ റിപ്പോർട്ടുകളെ ഇറാനിയൻ ഔദ്യോഗിക വക്താക്കൾ തള്ളിപ്പറഞ്ഞു. മുസ്തഫ ഖമനേയി പൂർണ്ണ ആരോഗ്യവാനാണെന്നും രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ നയരൂപീകരണങ്ങളിലും ഭരണപരമായ തീരുമാനങ്ങളിലും അദ്ദേഹം സജീവമായി മേൽനോട്ടം വഹിക്കുന്നുണ്ട് എന്നും ഇറാൻ ഭരണകൂടം വ്യക്തമാക്കി. ഇറാനെതിരെ നടക്കുന്ന മനഃശാസ്ത്ര യുദ്ധത്തിന്റെ ഭാഗമാണ് ഈ പ്രചാരണമെന്നും കുറ്റപ്പെടുത്തി. പശ്ചിമേഷ്യയിൽ സൈനിക സംഘർഷങ്ങൾ രൂക്ഷമായി തുടരുകയും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ ഗതാഗതം വൻ തർക്ക വിഷയമായി മാറുകയും ചെയ്ത പശ്ചാത്തലത്തിലും ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ നിർണായക പ്രഖ്യാപനവും നടത്തി. രാജ്യത്തിന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയി എടുക്കുന്ന ഏത് സൈനിക നയതന്ത്ര തീരുമാനത്തോടും ഇറാന്റെ ഭരണകൂടവും ജനങ്ങളും അവസാനം വരെ ഉറച്ചു നിൽക്കുമെന്ന് ഇറാനിയൻ പ്രസിഡന്റ് വ്യക്തമാക്കി. അതിനിടെ മുസ്തഫ ഖമനേയി അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ട് ഇറാനിലെ മെഹർ ന്യൂസ് ഏജൻസി പുതിയ വീഡിയോ ദൃശ്യം പുറത്തുവിട്ടു. മുസ്തഫ ഖമനേയി തന്റെ അനുയായികളുമായി സംവദിക്കുന്ന ദൃശ്യമാണ് പുറത്തുവന്നത്. വീഡിയോയിൽ ഖമനേയി ആരോഗ്യവാനായാണ് കാണപ്പെടുന്നത്. ഊഹാപോഹങ്ങളെയും കുപ്രചാരണങ്ങളെയും പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ ഈ ദൃശ്യം പുറത്തുവിട്ടത്. എന്നാൽ വീഡിയോയിൽ കൃത്യമായ തീയതിയോ റെക്കോർഡ് ചെയ്ത സ്ഥലമോ രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. വീഡിയോ മുൻപ് ചിത്രീകരിച്ചതാണോ അതോ നിലവിലെ സാഹചര്യത്തിലുള്ളതാണോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കാത്തതിനാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സംശയം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാന്റെ ഉന്നത സൈനിക നേതൃത്വം പൂർണ്ണമായും ഇല്ലാതാക്കപ്പെട്ടതായും വ്യോമാക്രമണത്തിന് ശേഷം ഖമനേയി 90% ഇല്ലാതായ അവസ്ഥയിലാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇറാന്റെ അകത്തും പുറത്തും ഇപ്പോൾ ഉയർന്ന ചോദ്യം ഒന്നു മാത്രം: മുസ്തഫ ഖമനേയി എവിടെയെന്ന്.